today's first question. Structural elucidation ആണ് ഒരു ഡാറ്റാസ് ഒക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. You have to deduce the structure. Yes. IR അവർ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 3400 1680 ആണ്. സോ കോമ്പൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് കോൺജുഗേറ്റഡ് എസ്റ്റർ, second one is conjugated ester, third one is conjugated ketone, and fourth one is conjugated ketone. And OH group ആണ് 3400. എല്ലാത്തിലും OH ഉണ്ട്. 1680 ആരുടെ വാല്യൂ ആയിരിക്കും വരാൻ സാധ്യത? നമ്മൾ ഇന്നലെ എസ്റ്റർ കണ്ടതാണ്. 1750 വരുന്നത്. കോൺജുഗേഷൻ വരുമ്പോൾ കുറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ഏകദേശം ഒരു 1720 അല്ലെ, 25 അടുത്തായിരിക്കും എസ്റ്റർ കോൺജുഗേഷൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക. കീറ്റോണിന്റെ വാല്യൂ എത്രയാ? 1715 ആണ്. അപ്പൊ 1715 കുറയല്ലേ ചെയ്യുള്ളൂ കോൺജുഗേഷൻ വന്നു കഴിഞ്ഞാൽ. അതല്ലേ ഏകദേശം എവിടേക്ക് എത്തുക? 1680 ശരിയല്ലേ? അല്ലേ? കോൺജുഗേറ്റഡ് കീറ്റോണിന്റെ വാല്യൂ അല്ലേ 1680 വരാ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കട്ട് ചെയ്തൂടെ? ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? 1680 കോൺജുഗേറ്റഡ് കീറ്റോൺ ആണ് അല്ലേ? കോൺജുഗേറ്റഡ് കീറ്റോൺ. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് സി ആണോ ഡി ആണോ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് പ്രോട്ടോൺ NMR വാല്യൂ മാത്രം എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ പ്രോട്ടോൺ NMR വാല്യൂ എന്ന് പറയുന്നത് ഏതൊക്കെ വാല്യൂസ് അവർ തന്നിട്ടുണ്ട്? 7.8 1 ഹൈഡ്രജൻ ഡബിളറ്റ് J is equal to 8 Hertz, 7.0 1 hydrogen doublet J is equal to 8 Hertz, 6.5 1 hydrogen singlet അല്ലേ? പിന്നെ 5.8 എന്ന് പറയുന്നത് ഓയിച്ചിന്റെ പീക്കാണ്. അത് എങ്ങനെ മനസ്സിലാവുന്നത് ഇത് ഓയിച്ചിന്റെ പീക്കാണെന്നുള്ളത്? കാരണം അവിടെ D2O എക്സ്ചേഞ്ചബിൾ അവർ കൊടുത്തിട്ടുണ്ട്. 3.9 നിങ്ങൾക്കറിയാം, 3.9 OMEയുടെ പീക്കാണ് അല്ലേ? 3.9 OMEയുടെ പീക്കാണ്. അപ്പൊ അതൊക്കെ അല്ലേ 3.9. അപ്പൊ നമ്മൾ ഇനി അത് നോക്കണ്ട. നമുക്ക് 2.3 എന്ന് പറയുന്നത് CH3യുടെ പീക്കാണ്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഈ 3 ഹൈഡ്രജൻസിന്റെ പീക്ക് വെച്ചിട്ട് നമുക്കത് സി ആണോ ഡി ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? ശരിയല്ലേ? ഈ 3 പീക്ക് വെച്ചിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു അരോമാറ്റിക് സിസ്റ്റത്തില് 2 ഹൈഡ്രജൻ അടുത്തടുത്തായിരിക്കും, ഇങ്ങനെ വരും. 2 ഹൈഡ്രജൻ ഇങ്ങനെ വരും. പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഹൈഡ്രജൻ ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് നിന്നാലാണ് നമുക്ക് ഇത് ഈ രണ്ടുപേരുടെ കപ്ലിംഗ് ആണ് 8 Hertz ആയിട്ട് വരുന്നത് അല്ലേ? പിന്നെ ഒരെണ്ണം സിംഗ്ലറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ കപ്ലിംഗ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കപ്ലിംഗ് അവിടെ ഇല്ല. അപ്പൊ 3 ഹൈഡ്രജൻ അടുത്തടുത്തല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് സിയിലാണെങ്കിലും ഡിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? സിയിലും ഡിയിലും നമുക്ക് കാണുന്നത് അങ്ങനെ തന്നെയാണ് രണ്ട് സ്ഥലത്തും. അപ്പൊ ഇനി നമ്മൾ എന്ത് നോക്കാം അല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? 2 ഹൈഡ്രജൻ അടുത്തടുത്താന്ന് എങ്ങനെ മനസ്സിലായേ? 8 Hertz 8 Hertz. അങ്ങനെ രണ്ടും ജെ വാല്യൂ സെയിം വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? They are neighbors and non-equivalent. Okay, they are neighbors and non-equivalent. അപ്പൊ ഇനി നമുക്ക് എന്തുള്ളൂ? നമുക്കിനി ആകെ കൂടി കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്ത് വാല്യൂ നോക്കിയിട്ടാണ്? കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ നോക്കുക. അപ്പൊ അതിൽ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ നോക്കുമ്പോൾ ഒരാളുടെ വാല്യൂ വളരെയധികം കുറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇവിടെയും ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇയാളുടെ ഡെൽ വാല്യൂ വളരെയധികം കുറയാനുള്ള കാരണം അല്ലേ? 6.5 വരുന്നത് അല്ലേ? സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി. നമുക്ക് ഡെൽ വാല്യൂ വെച്ചിട്ട് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ?
നമ്മൾ അത് IR എടുത്തു. IR വാല്യൂ നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എസ്റ്റർ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ C ആണോ D ആണോ എന്ന് നമുക്ക് അറിയണം. അതിന് നമുക്ക് പ്രോട്ടോൺ NMR വാല്യൂ വേണം, അരോമാറ്റിക് പ്രോട്ടോൺസ്. അപ്പോ സിയും ഡിയും അവർ ഒരേ പാറ്റേണിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. 2 ഹൈഡ്രജൻ ഓർത്തോലും ഒരെണ്ണം മെറ്റേലും. അതായത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുന്നത്, J വാല്യൂ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഡെൽ വാല്യൂ എടുത്തു. ഡെൽ വാല്യൂ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലാസ്റ്റ് 6.5 വാല്യൂ ആണ് നമ്മുടെ മുന്നിലുള്ളത്. 6.5 വാല്യൂ ക്ലിയർ അല്ലേ? ഓക്കെ, സോ അടുത്ത ചോദ്യം. Next question. In the UV visible spectrum, a diterpenoid exhibited a lambda maximum 275 nanometer. The compound among the choices given below. 275 നാനോമീറ്റർ ആണ് ക്രോമോഫോർ നമുക്ക് തരുന്നത്. അപ്പൊ അത് ഇതിൽ ഏത് ക്രോമോഫോർ ആണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ സിസ്റ്റം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് സിസ്റ്റം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഡൈൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്ന് ഹെറ്ററോ, എന്തായാലും ഓപ്ഷൻ ബി അല്ല, ഞാൻ ഓപ്ഷൻ ബിനെ കട്ട് ചെയ്യാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ഒരു ക്രോമോഫോറിക് സിസ്റ്റം അല്ല. ആണോ? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒരു ക്രോമോഫോറിക് സിസ്റ്റം അല്ല. ക്ലിയർ അല്ലേ? കാരണം അത് ഐസൊലേറ്റഡ് ഡൈൻ അല്ലേ? നിങ്ങൾ ഓപ്ഷൻ ബി നോക്കിയേ. അല്ലേ? കോഞ്ചുഗേറ്റഡ് ഡൈൻ അല്ല, അത് ഐസൊലേറ്റഡ് ഡൈൻ ആണ്. അപ്പൊ അതുകൊണ്ട് അല്ല. ഇനി 275 ആയതുകൊണ്ട് ഞാൻ ഓപ്ഷൻ സി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓപ്ഷൻ സിയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ഹോമോ അന്നുലാർ ഡൈൻ ആണ്. ഹോമോ അന്നുലാർ ഡൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 253 നാനോമീറ്റർ ആണ്. ഇതിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 253 നാനോമീറ്റർ ആണ്. ഹോമോ അന്നുലാർ ഡൈന്റെ ബേസ് വാല്യൂ 253. അത് നമുക്ക് പഠിക്കണം. നമുക്കൊരു 3-4 ക്രോമോഫോറിക് സിസ്റ്റം പഠിക്കാനുണ്ട്. അതിലൊരു സിസ്റ്റം ആണ് ഡൈ. ഹെട്രോ അന്നുലാർ ഡൈന്റെ വാല്യൂ എന്ന് പറയുന്നത് 215, 216 ആ റേഞ്ചിലാണ് വരിക ഇയാളുടെ വാല്യൂ. അപ്പൊ ഞാൻ 253 സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇവന്റെ കൂടെയുള്ള ആൾക്കാരെയാണ്. സോ എന്തൊക്കെയുണ്ട് നോക്കണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ റിങ്ങിനെ നെയിം ചെയ്യാണ്. സോ റിങ് എ, റിങ് ബി, റിങ് സി. ഇനി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണത് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്താണ് ഈ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിംഗ് സിസ്റ്റം, ഈ റിംഗ് സിസ്റ്റത്തിന്റെ പുറത്ത് ഇങ്ങനെയാണ് ഡബിൾ ബോണ്ട് വരുന്നതെങ്കിൽ അതിനെയാണ് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ആ സമയം ഒരു റിംഗ് സിസ്റ്റത്തിന്റെ അകത്താണ് ഡബിൾ ബോണ്ട് വരുന്നതെങ്കിൽ അതിനെയാണ് എൻഡോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എപ്പോഴും ലാംഡ ഇൻക്രീസ് ചെയ്യും. എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ലാംഡ ഇൻക്രീസ് ചെയ്യും ബൈ 5 നാനോമീറ്റർ. അപ്പൊ നമ്മൾ ഓരോ റിങ്ങിനും നോക്കണം. എക്കില്ല, ബിക്ക് ഒരെണ്ണുണ്ട്. എവിടെ? സിയില്. കണ്ടോ? ബിക്ക്, സിക്ക് ഇല്ല. അപ്പൊ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് 5 നാനോമീറ്റർ നമുക്ക് ഇവിടെ വരും. ഇനി റെസിഡ്യൂസ് നോക്കണം. റെസിഡ്യൂസ് ക്രോമോഫോറിക് സിസ്റ്റത്തിന്റെ അവിടെയാണ് റെസിഡ്യൂസ് നോക്കണ്ടേ. ഇപ്പൊ ക്രോമോഫോറിക് സിസ്റ്റം ഇവിടെ ഒരു റെസിഡ്യൂ ഉണ്ട്, ഇല്ലേ? ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്. 4 റെസിഡ്യൂസ് ഉണ്ട്. ഓരോ റെസിഡ്യൂസും 5 നാനോമീറ്റർ വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോ റിംഗ് റെസിഡ്യൂസ് എത്ര വരും? 5, 10, 15, 20 നാനോമീറ്റർ, 20 നാനോമീറ്റർ. അപ്പൊ ടോട്ടൽ എത്ര വരുന്നുണ്ട്? ടോട്ടൽ വരുന്നത് 5 + 3 8, 25. അപ്പോ 25ഉം 253 25 അല്ലേ? 278 അല്ലേ?
ടു 78 നാനോമീറ്റർ അല്ലെ ഏകദേശം വരണത്. അപ്പൊ അതിന്റെ ക്ലോസ് വാല്യൂ വേറെ വല്ലതും അവർ ചോദിച്ചിരിക്കുന്നത് 275 അല്ല. നമുക്ക് ഇവനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഓക്കെ ആണോ ഞാനിപ്പോ ചെയ്തത്? എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് 5 നാനോമീറ്റർ വരും. റിംഗ് റെസിഡ്യൂസ് ഓരോ റെസിഡ്യൂൽ 5 നാനോമീറ്റർ വെച്ച് വരും. അപ്പൊ അങ്ങനെ ടോട്ടൽ 20 278. എന്തായാലും 275ന്റെ ക്ലോസ് ആണ് ആ വാല്യൂ. മിക്കവാറും സി തന്നെയായിരിക്കും ഉത്തരം വരാൻ സാധ്യത. ഞാൻ എ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയുടെ വാല്യൂ 215 എന്ന് കൂട്ടി 215 17 അത് കുഴപ്പമില്ല. 215. ദെൻ റിങ് നമ്മൾ നെയിം ചെയ്തിട്ട് ഓരോ റിങ് നോക്കാണ്. എക്ക് എക്സോസൈക്ലിക് ഇല്ല, ബിക്ക് ഇല്ല, സിക്ക് ഒരെണ്ണുണ്ട്. അപ്പൊ 5 നാനോമീറ്റർ. ദെൻ റെസിഡ്യൂസ് നോക്കാം. റെസിഡ്യൂസ് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, 4 എണ്ണം. അപ്പൊ 4 റെസിഡ്യൂസ് ഉണ്ട്. അപ്പൊ 20 നാനോമീറ്റർ. എന്തായാലും എത്തില്ലല്ലോ, എത്തില്ല. അപ്പൊ എന്തായാലും എ കട്ട് ചെയ്യാം. എ എത്തില്ല. ഡിയും എത്താൻ സാധ്യത കുറവാണ്. 215 നാനോമീറ്റർ. എക്സോസൈക്ലിക്ക് ചെക്ക് ചെയ്യുമ്പോൾ എക്കില്ല, ബിക്ക് ഒരെണ്ണുണ്ട്, സിക്ക് ഒരെണ്ണുണ്ട്. അപ്പോൾ 10 നാനോമീറ്റർ എക്സോസൈക്ലിക്ക്. റെസിഡ്യൂസ് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 5 എന്ന് പറയുമ്പോൾ 25 നാനോമീറ്റർ. അപ്പോഴെത്തില്ല, 275 എത്തില്ല. അപ്പോ ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാം. അപ്പൊ ക്ലോസ് വാല്യൂ ഏതാ? ഓപ്ഷൻ സി. സി ഇസ് ദ ആൻസർ. യു വിയില് അവര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലാംഡ മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യുക, ലാംഡ മാക്സിമം കമ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പൊ അതിൽ നമുക്ക് ക്രോമോഫോറിക് സിസ്റ്റംസുകൾ ഉണ്ട്. അപ്പൊ ക്രോമോഫോറിക് സിസ്റ്റംസുകൾ, ഒരു ക്രോമോഫോറിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്, ദിസ് വൺ അല്ലെങ്കിൽ ദിസ് വൺ. നമ്മളിപ്പോ കണ്ട ഈ ടൈപ്പ് ഡൈൻസ് നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ നിൽക്കുന്ന ഡൈൻസ്. വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ ഡൈനിന്റെ പോലെ തന്നെ ഒരു ഡൈനാണ് ഇത്, ഈ ഡൈൻ, ദിസ് വൺ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് നോർമൽ ഡൈൻ, മറ്റേത് ഹെട്രോഅനുലാർ ഡൈൻ. അപ്പൊ ഇതിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് ചെറിയ വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഞാൻ പറയാം. ചില ബുക്കിൽ 216 217 ഒക്കെ ഉണ്ടാവും. എന്നാലും ആവറേജ് 215 നാനോമീറ്റർ കൂട്ടുക. ഇയാളുടെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 253 നാനോമീറ്റർ ആണ്, 253 നാനോമീറ്റർ. ഇനിയുള്ള ഒരു ക്രോമോഫോറിക് സിസ്റ്റം എന്ന് പറയുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആണ്, ദിസ് വൺ, അല്ലെങ്കിൽ ആൽഡിഹൈഡ്. ഇതിന്റെ ബേസ് വാല്യൂ 215 നാനോമീറ്റർ ആണ്, അല്ലെങ്കിൽ 216, ഏകദേശം മറ്റേതിന്റെ അത്ര തന്നെ. പിന്നെ ഒരു സിസ്റ്റം കൂടി നമുക്ക് പഠിക്കാനുള്ളത് അരോമാറ്റിക് കീറ്റോൺ. നോർമലി അരോമാറ്റിക് കീറ്റോൺ. ഇയാളുടെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 200 എത്രയായിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 46, 246 നാനോമീറ്റർ. അങ്ങനെ 4 ക്രോമോഫോറിക് സിസ്റ്റംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ നമുക്ക് വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് കോഞ്ചുഗേഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം. എക്സ്റ്റെൻഡഡ് കോഞ്ചുഗേഷൻ ഉണ്ടെങ്കിൽ ഈ ക്രോമോഫോറിക് സിസ്റ്റത്തിലെ കോഞ്ചുഗേഷൻ, അതായത് ഒരു ഡബിൾ ബോണ്ടും എക്സ്റ്റെൻഡ് വരാണെങ്കിൽ നമ്മൾ 30 നാനോമീറ്റർ ആഡ് ചെയ്യണം. റെസിഡ്യൂസിന് 5 നാനോമീറ്റർ ആഡ് ചെയ്യണം. റെസിഡ്യൂസിന് 5 നാനോമീറ്റർ ആഡ് ചെയ്യണം. പിന്നെ എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന് 5 നാനോമീറ്റർ ആഡ് ചെയ്യണം. 5 നാനോമീറ്റർ ആഡ് ചെയ്യണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നോക്കാം യു വി വരുന്ന സമയത്ത്. നിങ്ങൾ യു വിയുടെ ചോദ്യങ്ങൾ അങ്ങനെ അധികം വരാറില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. അധികം കണ്ടിട്ടില്ല, എന്നാലും വല്ലപ്പോഴും വരാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇത് മനസ്സിലായോ ഞാൻ ചെയ്തത്? ആദ്യം ക്രോമോഫോർ ഐഡന്റിഫൈ ചെയ്തു, റെസിഡ്യൂസ് നോക്കി, ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ ചോദ്യം? യെസ്, ഓക്കെ. സോ next question. Question is related to C13. In the broadband decoupled C13 NMR spectrum, the number of signals appearing for the two pyrene diols
എത്ര സിഗ്നൽസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞിരുന്നു കൂടുതലും അവർ അരോമാറ്റിക് സിസ്റ്റംസ് ആണ് നമ്മളെടുത്ത് ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുക എത്ര സിഗ്നൽസ് ആണ് കിട്ടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് വൺ നോക്കാം. സിമെട്രിക്കൽ ആണ് സിസ്റ്റം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് രണ്ടും ഒരേ സിഗ്നലാണ് നമുക്ക് തരുന്നത്. ദെൻ അല്ലേ, ഒരേ സിഗ്നൽ ആയിരിക്കും. ദെൻ ഇത് ഒരേ സിഗ്നൽ ആയിരിക്കും, ശരിയല്ലേ? പിന്നെ ഇതൊരു സിഗ്നൽ ആയിരിക്കും. ഇത് ബി കഴിഞ്ഞ് പിന്നെ സി സി ഇ ഇ ഒരു മിനിറ്റ്, ഡി 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 അല്ലേ? നോക്കിയേ, 5 സിഗ്നൽ അല്ല തരാ. 5 സിഗ്നല് നോക്കിയേ, 5 സിഗ്നൽ അല്ല തരാ, 5 സിഗ്നൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം. ഇനി മറ്റേത് എത്ര സിഗ്നൽ തരും നോക്കിയാൽ മതി. ബി എത്ര സിഗ്നൽ തരും നോക്കിയാൽ മതി. എ എ അല്ലേ? ബി ബി സി സി ഡി ഇ ഇ എഫ് എഫ്. എത്രണ്ണായി? എ ബി സി ഡി ഇ എഫ് 6 ജി ജി 7 8 9 10. 10 കിട്ടിയേ? 10 സിഗ്നൽസ്. Okay, so next question. നമ്മൾ ഇന്നലെ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ IR സ്പെക്ട്രം ഓഫ് പാരാ നൈട്രോഫിനൈൽ അസറ്റേറ്റ് കാർബോണിൽ എബ്സോർപ്ഷൻ ബാൻഡ് APA സെറ്റ്. പാരാ നൈട്രോഫിനൈൽ അസറ്റേറ്റ് നമ്മൾ ഇന്നലെ ചെയ്തിരുന്നില്ലേ? പാരാ നൈട്രോഫിനൈൽ അസറ്റേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റിക് ആസിഡിന്റെ എസ്റ്റർ ആണല്ലേ, അല്ലേ? അസറ്റിക് ആസിഡിന്റെ എസ്റ്റർ അല്ലേ? അപ്പൊ CH3 C ഡബിൾ ബോണ്ട് O ഫിനൈല്. ദിസ് ഈസ് ഫിനൈൽ ആൻഡ് ഇവിടെ NO2 ഗ്രൂപ്പ്. എസ്റ്ററിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 1750 ആണ്. അപ്പൊ 1750 ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് ഫിനൈൽ റിംഗ് ആയിട്ട് കോൺജുഗേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? ലാംഡ കൂടില്ലേ? ഒരു 25-30 കൂടില്ലേ? ഏകദേശം അറൌണ്ട് 1/7
1780 അല്ലെങ്കിൽ 1770 അടുത്തൊക്കെ വരും, 1775 അടുത്തൊക്കെ വരും. ശരിയല്ലേ? ഞാൻ ഇന്നലെ ലാസ്റ്റ് നിർത്തിയത് ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടല്ലേ ഈ മോഡല്. ഓക്കെ, ആൻസർ ഈസ് 1770. 1770. Okay, so next question. അടുത്ത ചോദ്യം. An organic compound having the molecular formula C10H14 exhibited 2 singlets in the proton NMR spectrum and 3 signals in C13 NMR spectrum. The compound is. അതായത് പ്രോട്ടോൺ NMRൽ 2 സിഗ്നലാണ് കിട്ടുക, വളരെ ഈസിയാണ്. C13ൽ നമുക്ക് 3 സിഗ്നൽ കിട്ടും. സോ ഏതാണോ കോമ്പൗണ്ട് എന്ന് വേഗം ഒന്ന് ചെയ്ത്. ഓക്കെ, പ്രോട്ടോൺ NMR C13. ഇവിടെ എത്ര സിഗ്നൽ കിട്ടും? പ്രോട്ടോൺ NMR ഫസ്റ്റത്തെ കേസിൽ 1 1 1 1 1 അല്ലേ, ദെൻ 2 2. ഇവിടെ 2 സിഗ്നലാണ് കിട്ടുന്നത് പ്രോട്ടോൺ NMR. ശരിയല്ലേ? ഫസ്റ്റ് 1 2 സിഗ്നൽസ്. ഇനി നമുക്ക് സെക്കൻഡ് 1 നോക്കിയേ. സെക്കൻഡ് 1ൽ എത്ര സിഗ്നൽ പ്രോട്ടോൺ NMR തരും? സെക്കൻഡ് 1ല് ഇതാണ് സ്ട്രക്ചർ. അപ്പൊ ഇതിലെ ഇത് എ തരും, ഇത് എ തരും, ഇത് ബി തരും, ഇത് സി തരും, ഇത് സി തരും, ഇത് ഡി തരും. 4 അല്ലേ? 4 അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? 4 സിഗ്നൽസ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്, അടുത്ത സ്ട്രക്ചർ എത്ര സിഗ്നൽ തരും നോക്കിയേ. നെക്സ്റ്റ് സ്ട്രക്ചർ എത്ര സിഗ്നൽ തരും? ഇത് എ, ഇത് എ, ഇത് ബി, ഇത് ബി, ഇത് സി, ഇത് സി. 3 അല്ലേ? 3. നോക്കിയേ, 3 അല്ലേ? നെക്സ്റ്റ് സ്ട്രക്ചർ, അടുത്ത സ്ട്രക്ചർ ഉത്തരയാണ് കേട്ടോ. ജസ്റ്റ് ബാക്കിയെല്ലാം ചെയ്തേ ഉള്ളൂ. എ എ ബി ബി സി 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 സി. 3 അല്ലേ? അല്ലേ? പ്രോട്ടോണിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? C13 ചെയ്യേണ്ട കാര്യമില്ല, പ്രോട്ടോൺ തന്നെ കിട്ടി. ഞാൻ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു പ്രോട്ടോൺ 2 ഉണ്ടെങ്കിലോ അപ്പൊ നമുക്ക് C13 പോകണല്ലോ, അതിനു വേണ്ടി ഞാൻ ചെയ്ത് നോക്കിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ ആൻസർ ഈസ് എ. ആൻസർ ഈസ് എ. അടുത്ത ചോദ്യം. An organic compound C8H10O2 having the following spectral data. So ഒരാളും കൂടി ഉണ്ട്, സോറി, ഇതിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. സോ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ നമ്മൾ ഈ കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾ 4 ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തേൽ ഇതില്ല. ആദ്യത്തേല് അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ CS3 ഇല്ല. ഓക്കെ, നിങ്ങൾ 4 ഓപ്ഷൻസും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്താ മനസ്സിലാവുന്നേ? എല്ലാത്തിലും OH ഗ്രൂപ്പും ഉണ്ട്, അതേപോലെ തന്നെ
OMe ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് അവർ പറയണത് an organic compound which does not change the color of, ഒരു ക്ലൂ അവർ പറയുന്നുണ്ട്, which does not change the color of ferric chloride solution exhibited the following NMR spectral data. എന്താ അതിന്റെ അർത്ഥം? അതായത് നമ്മൾ ലാബിൽ പഠിക്കുന്ന ഒരു ടെസ്റ്റ് ആണ്, ഫീനോളിന്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്, ടെസ്റ്റ് വിത്ത് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് അല്ലേ, ഒരു വയലറ്റ് കളേർഡ് കോംപ്ലക്സ് ഫോം ചെയ്യണത്. അവർ അല്ലേ നമ്മൾ പഠിക്കണില്ലേ, ഫീനോളിന്റെ ഒരു ടെസ്റ്റ് അല്ലേ, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ്. അപ്പൊ അവർ പറയണത് ഡസ് നോട്ട് ചേഞ്ച് ദ കളർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഫീനോൾ, അത് ഫീനോൾ അല്ല. ഇതൊക്കെയാണോ? ഞാൻ ഓപ്ഷൻ ഡി കട്ട് ചെയ്തത് മനസ്സിലായോ? That is an organic compound does not change the color of ferric chloride solution. ഇനി നമുക്ക് എയും ബിയും സിയും കമ്പയർ ചെയ്യണം. നിങ്ങൾ നോക്കിയേ, ഇത് മൂന്നും ഐസോമേഴ്സ് ആണ് അല്ലേ? ആ A12 സബ്സ്റ്റിറ്റ്യൂട്ട്, ഇത് 1,3, ഇതെന്താ 1,4 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇതിന്റെ അകത്ത് അരോമാറ്റിക് പ്രോട്ടോൺസ് മാത്രം നോക്കിയിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ വേറെ ഇനി എല്ലാം നോക്കേണ്ട കാര്യമില്ല, അരോമാറ്റിക് പ്രോട്ടോൺസിന്റെ വാല്യൂ മാത്രം നോക്കുക. അപ്പൊ അവനെ മാത്രം പിടിച്ചൊന്ന് എഴുതിയ 7.3 1 hydrogen triplet J is equal to 8 hertz. 7.0 1 hydrogen doublet J is equal to 8 hertz. പിന്നെ ഏതാ പറയണത് 6.9 1 hydrogen doublet J is equal to 8 hertz. പിന്നെ ഒരെണ്ണം കൂടി പറയണത് 6. സോറി, അവിടെ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, 6.95 1 ഹൈഡ്രജൻ സിംഗ്ലറ്റ്. ഇങ്ങനെയാണ് അവർ പറയുന്നത് നമ്മുടെ അടുത്ത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ 8 ഹെർട്സ് 8 ഹെർട്സ് 8 ഹെർട്സ്. അതിന്റെ അർത്ഥം എന്താ? ജെ വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നത്? എന്താ അതിന്റെ അർത്ഥം? ആ 3 പേരും അടുത്തടുത്താണ് അല്ലേ? അതിന്റെ അർത്ഥം നൈബേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇട്ടൂടെ, നമുക്ക് നമ്മളൊരു ബെൻസീൻ റിംഗ് വരച്ചു, 1 2 3, ഇങ്ങനെ ഇട്ടൂടെ, ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹൈഡ്രജൻ. പിന്നെന്താ, ഒരെണ്ണം സിംഗ്ലറ്റ് ആയിട്ട് നിൽക്കല്ലേ? അതിനർത്ഥം എന്താ? ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? നോക്കിയേ, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, എന്തെങ്കിലാവട്ടെ ഇവിടെ ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ സിംഗിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയല്ലേ വരണേ? ഉത്തരായോ? ഉത്തരമായോ? ബി, ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, methyl 4-oxo-pentanovate exhibited signals 208, 172, 51, 37, 32, 27 in C13 NMR spectrum. The signals due to methoxy C1, C4 and C5 carbons are. ആദ്യം നമുക്ക് സ്ട്രക്ചർ വരയ്ക്കണ്ടേ? അപ്പൊ എസ്റ്റർ ആണ്, they have given us the ester. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എസ്റ്റർ ഏത് ആസിഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്? പെന്റാനോവേറ്റ്. That means CH3, CH2, 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 C double bond, O CH3, methyl pentanovate. നാലാമത്തേല് ഓക്സോ. അപ്പോ നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ, 1 2 3 4, നാലാമത്തേല് ഓക്സോ. അപ്പൊ ഇവിടെ CO ഗ്രൂപ്പ്. ഇതാണ് സ്ട്രക്ചർ. ആദ്യം ഈ സ്ട്രക്ചർ വരയ്ക്കുകയാണ് വേണ്ടത്, എന്നിട്ട് നമ്പർ ചെയ്യണം, 1 2 3 4 5. ഫസ്റ്റ് ഈ സ്ട്രക്ചർ വരയ്ക്കണം. സ്ട്രക്ചർ വരച്ചാല് നമുക്ക് ഇതിന്റെ ആൻസറിലോട്ട് വരാനായിട്ട് പറ്റുള്ളൂ. ഇനി അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് C1, C4, C5ന്റെ വാല്യൂസ് ആണ്. അവര് ഇത്രയും വാല്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ C1 അതേപോലെ തന്നെ C4. അപ്പൊ ഇയാളുടെ വാല്യൂ വേണം, C1ന്റെ വാല്യൂ, പിന്നെ C4ന്റെ വാല്യൂ വേണം,
പിന്നെ C5ന്റെ വാല്യൂ വേണം, പിന്നെ മെത്തോക്സിയുടെ വാല്യൂ വേണം. അപ്പൊ അതിൽ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ വാല്യൂ കാണിക്കുന്നത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ് അല്ലേ? ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ്. അപ്പോ C4 കീറ്റോൺ അല്ലേ? കീറ്റോണിന്റെ വാല്യൂ അപ്പൊ നിങ്ങൾ നോക്കിയേ, ഏറ്റവും 208 എന്ന് പറയുന്നത് ആരാ കാണിക്കുക? കീറ്റോൺ അല്ലേ? 208 കാണിക്കുന്നത് കീറ്റോൺ അല്ലേ? 208. നിങ്ങൾ അതിന്റെ ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ്. അപ്പൊ 208 എന്ന് പറയുന്നത് കാർബോണിൽ ഗ്രൂപ്പിനായിരിക്കും, C4നായിരിക്കും. C4. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയേ, C4 208, C4 208, C1 172, C1 172. ഇനി നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യേണ്ടത് OCH3യും C5 ആണ്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഒരെണ്ണം ഓക്സിജൻ ആയിട്ട് കണക്ഷൻ ആണ്. ഓക്സിജൻ ആയിട്ട് കണക്ഷൻ വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പ്രോട്ടോണിൽ എന്താണോ കണ്ടത് അത് തന്നെ കാർബണിൽ നമുക്ക് കാണാൻ പറ്റും. ഡെൽ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഉത്തരം എന്താ? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി. സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലോട്ട് വരാൻ പറ്റും. അടുത്ത ചോദ്യം, the correct C13 NMR chemical shift values of the carbon labeled A to E. ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്, A to E. എപ്പോഴും ചാർട്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. C13ന്റെ ചാർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ചാർട്ട് തരാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ നെറ്റിൽ നിന്നോ നിങ്ങൾ C13ന്റെ ഒരു ചാർട്ട് എടുത്ത് വെക്കുക. ഞാൻ തരാം ചാർട്ട് എന്തെങ്കിലും ഉണ്ട്. ഓക്കെ, ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ ABCDE ഏറ്റവും കൂടുതൽ വാല്യൂ എന്തായാലും കീറ്റോൺ ആയിരിക്കും. കീറ്റോൺ അല്ല, സോറി, എസ്റ്ററിനായിരിക്കും, CO ഗ്രൂപ്പിനായിരിക്കും അല്ല, C ഡബിൾ ബോണ്ടോ ആണ്, അപ്പോ എസ്റ്റർ ഗ്രൂപ്പിനായിരിക്കും. ബിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. സോ അതൊക്കെ അല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്? ബിക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വരാം. ബി. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തേ. അല്ലേ? ബിക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. ഏതാണ് ചാർട്ട്? ഞാൻ ഷെയർ ചെയ്ത് തരാം, നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഒരു ചാർട്ട് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ ചാർട്ട്? അപ്പൊ ആ ചാർട്ടിന്റെ അകത്ത് നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ പറഞ്ഞ കണ്ട, ഏറ്റവും കൂടുതൽ വാല്യൂ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോകാറ്റയോൺ ആണ്. പിന്നെ വരണത് ആസിഡ്, എസ്റ്റർ, അമൈഡ്, ആസിഡ് ഹാലൈഡ്. അപ്പൊ അതുകൊണ്ട് 150 to 185 റേഞ്ചിലാണ് അത് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും എസ്റ്റർ ആണുള്ളത്. അപ്പൊ ബിക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വരിക. അപ്പൊ ബിയുടെ വാല്യൂ ഏറ്റവും കൂടുതലായിരിക്കുമ്പോൾ ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം. ഇനി കമ്പയർ ചെയ്യുക, എ നോക്കണ്ട, ബി നോക്കണ്ട, പിന്നെ ഇ നോക്കണ്ട. അപ്പൊ സിയും ഡിയും നോക്കിയാൽ മതി, സിയും ഡിയും. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ സിയും ഡിയും ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് കോൺജുഗേറ്റഡ് എസ്റ്റർ ആണ്, ശ്രദ്ധിക്കണം NMR വരുന്ന സമയത്ത്. അപ്പൊ കോൺജുഗേറ്റഡ് കീറ്റോണോ കോൺജുഗേറ്റഡ് എസ്റ്ററോ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ റെസൊണൻസ് ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് പ്രോട്ടോണിന്റെ കേസിൽ അവിടെ റെസൊണൻസ് ഉണ്ട്. അപ്പൊ ഈ റെസൊണൻസ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെയല്ലേ വരാ, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ശരിയല്ലേ? നോക്കിയേ,
അവിടെ പോസിറ്റീവ് ചാർജ് വരും. ദാറ്റ് മീൻസ് സിയും ഡിയും ആർക്കായിരിക്കും വാല്യൂ കൂടുതൽ? ഡി എൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവണേ അല്ലേ? ഡി എൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആവണം. അപ്പൊ ഡിയുടെ വാല്യൂ കൂടണം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഡി ഏറ്റവും കൂടുതൽ സി കട്ട് ചെയ്തൂടെ? സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An organic compound gives the following spectral data. An organic compound gives the following spectral data. Deduce the structure. Structure elucidate ചെയ്യണം. ഇതാണ് ചോദ്യം. You have to identify the structure. അപ്പൊ അവര് തന്നിരിക്കുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ IR വാല്യൂ തന്നിരിക്കുന്നത് 22101724. This is the IR value. Okay, 1724. പ്രോട്ടോൺ NMR വാല്യൂ എന്ന് പറയുന്നത് 1.4 ട്രിപ്ലറ്റ് 3 ഹൈഡ്രജൻ 7.1 ഹെർട്സ് 4.4 ക്വാർട്ടറ്റ് 2 ഹൈഡ്രജൻ 7.1 ഹെർട്സ്. പിന്നെ അങ്ങനെ രണ്ടെണ്ണം തന്നിട്ടുള്ളൂ അവരില്ലേ? 2 വാല്യൂ തന്നിട്ടുള്ളൂ. അവർ അരോമാറ്റിക്കിന്റെ വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, അതിനെ പകരം ഓക്കെ തന്നില്ല, തരേണ്ടതാണ്, തന്നില്ല. പിന്നെ C13 അവർ നമുക്ക് തന്നിരിക്കുന്നത് 16, 62, 118, 119, 125, 127, 168. അതായത് എത്ര ടൈപ്പ് കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ടൈപ്പ് കാർബൺ ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് IRI തന്നെ നമുക്ക് കുറെ ഇൻഫോർമേഷൻ കിട്ടും. IRI തന്നെ, അതായത് അരോമാറ്റിക്കിന്റെ വാല്യൂ തന്നില്ല, അത്രേ ഉള്ളൂ. ഒന്നിലും എല്ലാത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരേപോലെയാണ് അരോമാറ്റിക് സിസ്റ്റം കിടക്കുന്നത്. ഒരേപോലെ അല്ല, അരോമാറ്റിക് അതായത് എല്ലാം 1,4 ആണ്, ശരിയല്ലേ? എല്ലാം 1,4 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഓക്കെ, 1,4 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. കാരണം അരോമാറ്റിക്കിന്റെ വാല്യൂ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരിക്കും, അതുകൊണ്ടായിരിക്കും. ഞാൻ എല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പുകളല്ലേ, എല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പുകളാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ തരാതിരുന്നിട്ടുണ്ടായിരിക്കുക. അത് കുഴപ്പമില്ല, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉത്തരത്തിലോട്ട് വരാനായിട്ട് പറ്റും. അപ്പൊ ഇതില് നമുക്ക് 2210 എന്ന് പറയുന്ന വാല്യൂ 2210, അത് ഏതിന്റെയാണ്? ട്രിപ്പിൾ ബോണ്ട് ആണ്. ഒന്നെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് C അല്ലെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് N. എല്ലാത്തിലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? C ട്രിപ്പിൾ ബോണ്ട് C അല്ലെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് N, അത് എല്ലാത്തിലും ഉണ്ട്. 2210. 1724 എന്ന് പറയുന്ന വാല്യൂ 1724 എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങൾ നോക്കിയേ. ആദ്യത്തെ കേസിൽ അവർ എസ്റ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റത്തെ കേസിൽ എസ്റ്റർ ആണ്, നിങ്ങൾ കാണുന്നുണ്ടോ? ഫസ്റ്റ് വൺ എസ്റ്റർ ആണ്. അയാളുടെ വാല്യൂ 1750 സെന്റിമീറ്റർ ഇൻവേഴ്സിൽ നിന്ന് കൂടോ കുറയോ? നിങ്ങൾ പറഞ്ഞേ, ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? IR നിങ്ങൾ നോക്കി എന്താ സംഭവിക്കണേ? ഓക്സിജൻ ഈസ് കണക്റ്റഡ് ടു ഫിനൈൽ അല്ലേ? കോൺജുഗേഷൻ ഇല്ലല്ലോ. കോൺജുഗേഷൻ ഉണ്ടോ നോക്കിയാൽ മതി. കോൺജുഗേഷൻ ഉണ്ടോ? ആ എസ്റ്ററിന് കോൺജുഗേഷൻ ഉണ്ടോ? കോൺജുഗേഷൻ ആരായിട്ട് വേണം? CO ഗ്രൂപ്പ് ആയിട്ട് വരണം. കോൺജുഗേഷൻ ഇല്ലല്ലോ. CO ഗ്രൂപ്പ് ആയിട്ട് അവിടെ കോൺജുഗേഷൻ ഉണ്ടോ? നോക്കിയേ, ഇല്ല, കോൺജുഗേഷൻ ഇല്ല അല്ലെ? ഓക്സിജൻ ആണ് അവിടെ കോൺജുഗേറ്റഡ് ആയിട്ട് കിടക്കണേ. ആര്? വിത്ത് റെസ്പെക്ട് ടു ഫിനൈൽ റിംഗ്. അതുകൊണ്ട് വാല്യൂ കൂടല്ലേ ചെയ്യുള്ളൂ. 1750 നിന്ന് വാല്യൂ 1770, 1775 റേഞ്ചിലോട്ടാണ് വരിക. അപ്പൊ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ കട്ട് ചെയ്യട്ടെ? ഫസ്റ്റ് ഓപ്ഷൻ കട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് വൺ ശരിക്കും അവര്, ഞാൻ പറഞ്ഞില്ല, അരോമാറ്റിക്കിന്റെ വാല്യൂ മാത്രമേ തരാത്തതുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ 1 ഹൈഡ്രജൻ തരേണ്ടതാണ്. അത് അവർ NMR തന്നിട്ടില്ല. ഓക്കെ,
പിന്നെ നോക്കി NMR വേറെ പിന്നെ അവര് നമുക്ക് 3 ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. ഇവിടെ 3 ഹൈഡ്രജൻ ഇല്ലല്ലോ. 3 ഹൈഡ്രജൻ ഉണ്ടോ ബിയില്? നോക്കിയേ, ബിയില് 3 ഹൈഡ്രജൻ കണ്ടോ നിങ്ങൾ? ഇവിടെ അവർ തന്നിട്ടുണ്ട് 3 ഹൈഡ്രജൻ. അത് ഇവിടെ 1 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. 3 ഹൈഡ്രജൻ ഇല്ല. ഉണ്ടോ? ബി കട്ട് ചെയ്യട്ടെ? ബി കട്ട് ചെയ്തു. ഇനി സി നോക്കിയേ. സി 2 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ. എസ്റ്ററിന്റെ വാല്യൂ 1750 നിന്ന് 1724 വരാം, കാരണം അത് കോൺജുഗേറ്റഡ് ആണ്. അല്ലേ? അല്ലേ? സിക്ക് സാധ്യതയുണ്ട്, ഡിക്ക് സാധ്യതയില്ല. കാരണം അത് എന്താ പറയണ, CO CN ആണ്. അപ്പൊ CO CN ആവുമ്പോ വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം കൂടും. 1780, 1790 അടുത്തേക്കൊക്കെ എത്തും. അത്രയും അല്ലേ? CN ഗ്രൂപ്പ് അല്ല അവിടെ ഉള്ളത്, CN ഗ്രൂപ്പ് ആയതുകൊണ്ട്. അപ്പൊ അത് ഒരിക്കലും 1724 വരില്ല. അപ്പൊ എസ്റ്ററിന്റെ കോൺജുഗേറ്റഡ് എസ്റ്ററിന്റെ വാല്യൂ ആണ് 1725 ആ റേഞ്ചിൽ വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. നമുക്ക് NMRന്ന് വലിയ ഹെൽപ്പ് കിട്ടില്ലേ? സിയും ഡിയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട് കിട്ടുമോ? NMRന്ന് നമുക്ക് അത്ര വലിയ ഹെൽപ്പ് ഒന്നും കിട്ടില്ലേ, നമുക്ക് IRന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. The mass spectrum of the product A formed in the following reaction exhibits M+2, M+4 peaks in the ratio of about 1:2:1. The reagent HX and the product A. The reagent HX and the product A. ഇതാണ് ചോദ്യം. അതായത് ഒരു റിയാക്ഷൻ അവിടെ നടന്നിട്ടുണ്ട്, അത് HX ആയിട്ടാണ് റിയാക്ഷൻ നടന്നിരിക്കുന്നത്. ആൽക്കഹോളും നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു റിയാക്ഷൻ ആണ്. ആൽക്കഹോളിലോട്ട് നമ്മൾ H+ ആഡ് ചെയ്തു. അപ്പൊ ഈ ഓക്സിജൻ പോയിട്ട് H+ അറ്റാക്ക് ചെയ്തു. അപ്പൊ അവിടെ ROH2+ വന്നു. വാട്ടർ സ്റ്റേബിൾ മോളിക്യൂൾ ആയതുകൊണ്ട് ഉടനെ തന്നെ വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് പോയി. അപ്പൊ അവിടെ ഒരു കാർബോകാറ്റയോൺ വരും. ഈ കാർബോകാറ്റയോൺ സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും ഇഫ് പോസിബിൾ. ദെൻ അതിലേക്ക് ഏതാണോ ആസിഡ് എടുക്കുന്ന X-, ആ X- വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യും. സോ യു വിൽ ഗെറ്റ് RX. ഇതാണ് റിയാക്ഷൻ. നമ്മൾ ബേസിക്കലി പഠിക്കുന്ന ഒരു ലൂക്കാസ് ടെസ്റ്റ് ഉണ്ട്. ലൂക്കാസ് ടെസ്റ്റ് ടു ഡിസ്റ്റിങ്ക്യൂഷ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കഹോൾ. അതാണ് സംഗതി നമ്മളൊരു ബേസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ. അപ്പൊ അവിടെ നമുക്ക് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് HCl HBr ആണ് കൂടുതലും. HF ഉപയോഗിക്കില്ല എന്നല്ല, HF ഉപയോഗിക്കും, പക്ഷെ യെസ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതില് നമുക്ക് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രണ്ട് സിസ്റ്റംസുകളാണ്, HCl HBr ആണ് ഫേവറബിൾ ആയിട്ടുള്ള രണ്ടെണ്ണം. അപ്പൊ ഇതിൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് M+2, M+4 ഐസോടോപിക് പീക്സ് ഉണ്ട്. അത് 1:2:1 ആണ്. വലിയൊരു ഇൻഫോർമേഷൻ ആണ് നമുക്കത് കിട്ടുന്നത്. 1:2:1. നമ്മൾ ഇന്നലെ ക്ലോറിൻ കണ്ടിരുന്നു. ക്ലോറിൻ നമുക്ക് രണ്ടെണ്ണം വന്നപ്പോൾ അതിന്റെ റേഷ്യോ നമ്മൾ ഇന്നലെ എന്താ കണ്ടത്? 9:6:1 അല്ലേ? 2 ക്ലോറിൻ വന്നപ്പോ ഓർമ്മയുണ്ടോ? 2 ക്ലോറിൻ ഇന്നലെ വന്നപ്പോ യെസ്. അപ്പൊ നമുക്ക് 2 ബ്രോമിൻ വന്ന് എന്താ സംഭവിക്കുക? 2 ബ്രോമിൻ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ബ്രോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രോമിൻ 79ഉം ബ്രോമിൻ 81ഉം ആണ്. രണ്ടുപേരും ഏകദേശം ഒരേപോലെയാണ് അല്ലേ? 100 അല്ലേ? രണ്ടുപേരും ചെറിയൊരു ഡീവിയേഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് M പീക്ക്, M+2 പീക്ക്, M+4 പീക്ക് എങ്ങനെയായിരിക്കും വരാൻ സാധ്യത? 79 ബ്രോമിൻ
79, ബ്രോമിൻ 79 ആണ് ഇവിടെ വരുന്നത് അല്ലേ. എം വരണത് ഇവിടെ ആരൊക്കെ വരും? 79 ഒരു ബ്രോമിൻ വരുമ്പോൾ 81 അടുത്ത ബ്രോമിൻ വരാം. ഇനി അല്ല ആദ്യത്തെ ബ്രോമിൻ 81 നിൽക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ബ്രോമിൻ 79 നിൽക്കാം. അപ്പോഴാണ് അത് M+2 വരുന്നത് അല്ലേ. M+4 വരണമെങ്കിൽ രണ്ടുപേരും 81 നിൽക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 1 into 1, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ എന്ത് വരും? 1 into 1, 1 into 1, 1 plus 1, സോ ദാറ്റ് ഈസ് 2. ഇവിടെ എന്ത് വരും? 1 into 1, സോ ദാറ്റ് ഈസ് 1. റേഷ്യോ എന്ത് വരും? 1:2:1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടില് 2 ബ്രോമിൻ ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും വരാ? 1:2:1 അല്ലേ. നോക്കിയേ, കാരണം ഈക്വൽ അല്ലേ, 100% 100%. ക്ലോറിൻ എങ്ങനെയായിരുന്നു? ക്ലോറിന്റെ കേസ് എങ്ങനെയായിരുന്നു? ഒരാള് 75% വരുമ്പോ ഒരാൾ 25% ഉള്ളൂ. 3:1 ആണ്. ഇത് ക്ലിയർ ആണോ? ഐസോടോപിക് പീക്സ് ബ്രോമിൻ, 2 ബ്രോമിൻ. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്ലൂറിന് ഐസോടോപ്പ് ഒന്നും ഇല്ല, അപ്പൊ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കട്ട് ചെയ്യാം. ഇനി നമുക്ക് സി ആണോ ഡി ആണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിന് നമുക്ക് മെക്കാനിസം എഴുതി നോക്കാണ്ട് പറ്റില്ല, കാരണം നമുക്ക് പ്രൊഡക്റ്റ് അറിയണം. വേറൊരു ഡാറ്റ നമ്മുടെ കയ്യിലില്ല, പ്രൊഡക്റ്റ് അറിയണം. അപ്പൊ ഞാൻ മെക്കാനിസം എഴുതാണ്. ഇത് ഓക്കെ ആണോ? ഞാൻ ഈ മാസ് ചെയ്തത് ഓക്കെ ആണോ? നമുക്ക് മെക്കാനിസം എഴുതി നോക്കാം. സോ മെക്കാനിസം എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ബെൻസീൻ ഉണ്ട്. ആ ബെൻസീന്റെ ബെൻസൈലിക് പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ട്. ദെൻ CH2CH3 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആദ്യം എന്താ വരുന്നത്? H+ വരും. ഈ H+നെ OH അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ OH2+ വരും. ഞാൻ നേരത്തെ പറഞ്ഞത് ആലോചിക്കുക, അവിടെ OH2+ വരും. വാട്ടർ മോളിക്യൂൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ സിസ്റ്റം ആണ് അല്ലേ. അപ്പോ അത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും, ബ്രേക്ക് ചെയ്ത് പോകും. ബ്രേക്ക് ചെയ്ത് പോയി കഴിയുമ്പോൾ അവിടെ കാർബോകാറ്റയോൺ വരും. ഇനി അവിടെ ചെക്ക് ചെയ്യുക, ആ കാർബോകാറ്റയോൺ സ്റ്റേബിൾ ആണോ സ്റ്റേബിൾ അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അത് ബെൻസൈലിക് പൊസിഷനിലാണ് കാർബോകാറ്റയോൺ വന്ന് കിടക്കുന്നത്. അപ്പൊ ഇനി ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ നോക്കി മൈഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഈ ഹൈഡ്രജൻ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന കാർബോകാറ്റയോൺ, ഏത് കാർബോകാറ്റയോൺ ആണ് സ്റ്റേബിൾ നോക്കി. ഞാൻ ഇപ്പൊ എഴുതുന്ന കാർബോകാറ്റയോൺ ആണോ അതോ ഈ കാർബോകാറ്റയോൺ ആണോ സ്റ്റേബിൾ? ഏതാ സ്റ്റേബിള്? ഞാൻ എന്നും ബിന്നും മാർക്ക് ചെയ്യാം. ഏതാ സ്റ്റേബിള്? എ ആണ് സ്റ്റേബിള്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇങ്ങനെ ഒരു റീഅറേഞ്ച്മെന്റ് ഇവിടെ നടക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു ഹൈഡ്രജൻ മൈഗ്രേഷനും ഇവിടെ നടക്കേണ്ട കാര്യമില്ല. പോയിന്റ് മനസ്സിലായോ? അതായത് ഓപ്ഷൻ ഏത് വരില്ല? ഓപ്ഷൻ ഏത് വരില്ല? ഡി വരില്ല. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ ആണോ? ബ്രോമിന പോസിറ്റീവ് ചാർജിലോട്ട് വരും, ബ്രോമിൻ അങ്ങോട്ട് വരും. Br- ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ആൻസർ ക്ലിയർ? അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A compound with a molecular formula C4H6O2 shows band at 1770 in IR spectrum and peaks at 178, 68, 28 and 22 ppm in C13 NMR spectrum. The correct structure of the compound is. Question കാണുന്നുണ്ടോ? Correct structure of the compound is 1770 ആണ്. 1770. That means നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1770 1750 ആണ് എസ്റ്ററിന്റെ വാല്യൂ.
ഇതെല്ലാം അല്ലേ എസ്റ്റർ ആദ്യത്തെ എസ്റ്റർ ആണല്ലോ. അത് 6 മെമ്പർ റിംഗ് ആണ് 1750 എന്ന് പറയുന്നത്. അപ്പൊ അത് 5 ആകുമ്പോഴോ 1775 അടുത്ത് വരും, ശരിയല്ലേ? അത് 4 ആകുമ്പോഴോ ഏകദേശം ഒരു 2000 അടുത്ത് വരില്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം. ഓപ്ഷൻ ബി കീറ്റോൺ ആണ്, കട്ട് ചെയ്യാം. ഓപ്ഷൻ സി നോക്കിയേ, അതല്ല കറക്റ്റ് വരാൻ സാധ്യത. അല്ലേ? ഓപ്ഷൻ ഡി വരില്ലല്ലോ, കോഞ്ചുഗേറ്റഡ് അല്ലേ? 1750 കുറയല്ലേ ചെയ്യാ. ഓക്കെ ആണോ? സിമ്പിൾ ചോദ്യല്ലേ? സിമ്പിൾ ചോദ്യം. C13 നോക്കേണ്ട കാര്യം പോലും ഇല്ല, IR വെച്ചിട്ട് ഉത്തരം പറയാം. ഈ C13 നോക്കിയാൽ നിങ്ങൾക്ക് ബീനെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും, കാരണം ബി എന്ന് പറയുന്നത് എസ്റ്റർ അല്ല, ബി കീറ്റോൺ ആണ്. ഓക്കെ, C13 ആവശ്യമില്ല. ക്ലിയർ? ഓക്കെ. Next question. The ratio of the relative intensities of the carbon signals in the first order C13 NMR spectrum of CD3Cl. ഇന്റൻസിറ്റി ആണ് ചോദ്യം. ഇന്റൻസിറ്റി. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയേ, ഇതിൽ 5 സിഗ്നൽ വരുന്നുണ്ട്, ഇതിൽ 4 സിഗ്നൽ വരുന്നുണ്ട്. 1 2 3 4 5 6 7. ഇതിൽ 7 സിഗ്നൽ വരുന്നുണ്ട്. 1 2 3 4 5 6 7. ഇതിൽ 7 സിഗ്നൽ വരുന്നുണ്ട്. അപ്പൊ CD3Cl ഐ വാല്യൂ എന്ന് പറയുന്നത് ഐ വാല്യൂ ഓഫ് ഡ്യൂറ്റീരിയം 1 അപ്പൊ 2 × 3 × അല്ല C13 അല്ലേ, അപ്പൊ ഡ്യൂറ്റീരിയം സ്പ്ലിറ്റ് ചെയ്യാം, ഡയറക്ട്ലി കണക്റ്റഡ് ടു കാർബൺ അല്ലേ. 2 × 3 × 1 + 1, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പൊ 7 സിഗ്നൽസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ ബി കട്ട് ചെയ്യാം. ഓപ്ഷൻ സി ആണോ ഓപ്ഷൻ ഡി ആണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ സി എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ ഇന്റൻസിറ്റി ആണ് അല്ലേ. ഓപ്ഷൻ സി പാസ്കൽസ് ട്രയാങ്കിൾ അല്ലേ. നോക്കിയേ, ഓപ്ഷൻ സി പ്രോട്ടോണിന്റെ ഇന്റൻസിറ്റി ആണ്. അത് പാസ്കൽസ് ട്രയാങ്കിൾ അറിയില്ലേ? പാസ്കൽസ് ട്രയാങ്കിൾ 1 1 1 1 2 1 1 3 3 1 1 4 6 4 1 1 5 10 10 5 1 1 6 15 20 ഇതല്ലേ 15 6 1 ഇതല്ലേ ഓപ്ഷൻ സി. ദിസ് വൺ പാസ്കൽസ് ട്രയാങ്കിൾ. പാസ്കൽസ് ട്രയാങ്കിൾ ഏതിന്റെയാ? പ്രോട്ടോണിന്റെ ആണ്. ഇത് ഡ്യൂറ്റീരിയം അല്ലേ. ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ഡി. ഞാൻ മറ്റേത് വരയ്ക്കാതിരുന്നത് കേട്ടോ, അത് നമുക്ക് വരയ്ക്കാം, പക്ഷെ സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ. സി പ്രോട്ടോണിന്റെ ആണ്. അപ്പൊ മറ്റേത് എന്തിന്റെ ആയിരിക്കും? ഡ്യൂറ്റീരിയത്തിന്റെ ആയിരിക്കും. 1 3 6 7 6 3 1.
എല്ലാ ട്രയാങ്കിളും കൂടി പഠിക്കണ്ട, പാസ്കൽക്ക് പഠിച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ചോദ്യം. The following reactions give a product racemic which exhibits the following NMR data. Proton NMR തന്നിട്ടുണ്ട്, C13 തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് റെസിമിക് ഈസ്. സ്ട്രക്ചർ ഓഫ് ദ പ്രൊഡക്റ്റ് റെസിമിക് ഈസ്. ഇതാണ് ചോദ്യം. സോ പ്രോട്ടോൺ അവർ നമുക്ക് തന്നിരിക്കുന്നത് 2.67 2 ഹൈഡ്രജൻ സിംഗ്ലറ്റ്, 5.60 2 ഹൈഡ്രജൻ സിംഗ്ലറ്റ്. C13 അവർ നമുക്ക് തന്നിരിക്കുന്നത് 170.3 129.0 105.0 25.4. അപ്പൊ നമുക്ക് രണ്ട് പ്രോട്ടോൺ സിഗ്നലാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്, 2 ഹൈഡ്രജൻ ആൻഡ് 2 ഹൈഡ്രജൻ. അപ്പൊ എന്തായാലും ഓപ്ഷൻ എ കട്ട് ചെയ്യാം, 3 ഹൈഡ്രജൻ ഇല്ല. ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. ദെൻ കോമ്പറ്റീഷൻ ഈസ് ബിറ്റ്വീൻ ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി ആണ്, അല്ലേ? 3 ഹൈഡ്രജൻ തന്നിട്ടില്ലല്ലോ. 3 ഹൈഡ്രജൻ. മീഥേലിന്റെ വാല്യൂ തരേണ്ടതാണ്, അവർ തന്നില്ല. അപ്പൊ അത് നമുക്ക് എയും ഡിയും കട്ട് ചെയ്യാം. ദെൻ ബിയും സിയും ആണ്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ പ്രൊഡക്റ്റ് ഈസ് റെസിമിക്. ദ പ്രൊഡക്റ്റ് റെസിമിക് ആണ്. അതിനർത്ഥം എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഈസ് റെസിമിക്. ഇറ്റ് ഈസ് നോട്ട് മീസോ. അത് മീസോ അല്ല. ഇതിൽ ഒരെണ്ണം മീസോ അല്ലേ? ഏതാ മീസോ? നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി ചെയ്തതല്ലേ? ഒരെണ്ണം മീസോ, ഒരെണ്ണം റെസിമിക്കോ ആണ്. അതായത് ഒരെണ്ണം ആക്റ്റീവും ഒന്ന് മീസോ ആണ്. റെസിമിക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആണല്ലോ. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ 50-50 നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിലേതാ മീസോ? സി ആണോ മീസോ? സിമെട്രി ഉണ്ടാ സിക്ക്? ബി അല്ലേ? നോക്കിയേ, ബി അല്ലേ? ആ ഓക്കെ, എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് തെറ്റിപ്പോയാന്ന് മനസ്സിലായി. ഓപ്ഷൻ സി ആണ് ഉത്തരം കേട്ടാ. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം. An organic compound having the following spectral data, identify the compound. Compound identify ചെയ്യണം. An organic compound have the following spectral data. നമ്മൾ ആദ്യം തന്നെ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, ഒരു OMe ഗ്രൂപ്പ് ഉണ്ട്, ഒരു ആൽക്കീൻ ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയണേന്നറിയോ? നമുക്ക് ഓപ്ഷൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും NMR ചെയ്യണ സമയത്ത്. അതുകൊണ്ടാണ് OH OMe ആൽക്കീൻ, രണ്ടാമത്തേലും OH OMe ആൽക്കീൻ, മൂന്നാമത്തേല് OH OMe ആൽക്കീൻ, നാലാമത്തേല് OH Me OH. ഇത്രയും നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതില് ഡി എന്താ പ്രത്യേകത? ബാക്കി 3 പേർക്കും OMe ഗ്രൂപ്പ് ഉണ്ട്, ഡിക്ക് OMe ഗ്രൂപ്പ് ഇല്ല, അല്ലേ? നിങ്ങൾ നോക്കിയേ. ഓക്കെ, അത് നമുക്കൊരു, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ 3 ഹൈഡ്രജന്റെ വാല്യൂ ഒന്ന് നോക്കുക. 3 ഹൈഡ്രജന്റെ ഇവിടെ ഒരു 3 ഹൈഡ്രജൻ ഉണ്ട്. ഇനി എവിടെ 3 ഹൈഡ്രജൻ വരണ? വേറെ ഒരെണ്ണം ഇവിടെ ഒരു 3 ഹൈഡ്രജൻ ഉണ്ട്.
അപ്പൊ അതിലൊരു 3 ഹൈഡ്രജന്റെ വാല്യൂ എന്ന് പറയുന്നത് 3.8 ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 3.8 3.9 വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് OCH3. അപ്പൊ എന്ത് മനസ്സിലായി? ഓപ്ഷൻ ഡി കട്ട് ചെയ്തു. ഞാൻ ഓപ്ഷൻ ഡി കട്ട് ചെയ്തു. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി കട്ട് ചെയ്തു. യെസ്. ഇനി എയും ബിയും സിയും ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, ഇനി എന്താ? ഈ 3 പേര് ഐസോമേഴ്സ് ആണ്. ഇനി അതാ രസം. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരിക. അപ്പൊ അതാണ്. അപ്പൊ നമ്മള് ഐസോമർ അല്ലേ? നോക്കിയേ, അല്ലേ? ശരിയാണോ? എയും ബിയും സിയും ഐസോമേഴ്സ് ആണ്. ഓക്കെ. എയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എയും ബിയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളൂ? എയും ബിയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളൂ? എ ട്രാൻസും ബി സിസും ആണ്. ശരിയല്ലേ? എ ട്രാൻസും ബി സിസും ആണ്. വേറൊരു വ്യത്യാസവും ഇല്ല എയും ബിയും തമ്മില്. സി ട്രാൻസ് ആണ്, പക്ഷെ പൊസിഷൻ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? സിസും ട്രാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജെ വാല്യൂ നോക്കുക. ജെ വാല്യൂ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിയ വളരെ ഹൈ വാല്യൂ ഉണ്ടോ നോക്കുക. കണ്ടോ? 18 ജെ വാല്യൂ. അതായത് ഈ ട്രാൻസ് കപ്ലിംഗ് വേഴ്സസ് സിസ് കപ്ലിംഗ് ആണ്. ജെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് ട്രാൻസ് കപ്ലിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ കൂടും ജെ വാല്യൂ. ട്രാൻസ് സിസ് ജെ വാല്യൂ വളരെ ഹൈ വാല്യൂ ആയിരിക്കും. ട്രാൻസ് അതായത് 18 ഹേർട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ട്രാൻസ് ആണ്, കപ്ലിംഗ് ട്രാൻസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ആൽക്കീൻ ട്രാൻസ് ആണ്. വലിയൊരു ഇൻഫോർമേഷൻ ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്, ജെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഐസോമേഴ്സ് ആണ് നമ്മൾ നോക്കി, വ്യത്യാസം നോക്കി. 2 ട്രാൻസ് ഒരു സിസ് ആണ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ പൊസിഷനിലുള്ള വ്യത്യാസങ്ങളാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഓപ്ഷൻ ബി കട്ട് ചെയ്തൂടെ? ഓപ്ഷൻ ബി കട്ട് ചെയ്തു. ഇനി നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയുമാണ് നമ്മുടെ മുന്നിലുള്ളത്, അല്ലേ? 2 ട്രാൻസുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന് ഏത് പ്രോട്ടോൺസ് എടുക്കണം? നമ്മൾ അരോമാറ്റിക് പ്രോട്ടോൺസ് എടുക്കണം. അപ്പൊ അരോമാറ്റിക് പ്രോട്ടോൺസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് എയുടെ പ്രത്യേകത നോക്കിയേ. എയിൽ എങ്ങനെയാ കിടക്കുന്നത്? എയിൽ കിടക്കുന്നത് ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഗ്രൂപ്പുകളാ. ആ ഗ്രൂപ്പുകളുടെ കളർ ഞാൻ മാറ്റാം. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി സീല് കിടക്കണത് എങ്ങനെയാ? സീല് കിടക്കണത് അടുപ്പിച്ചാ കിടക്കുന്നത്. 1 2 3. ബാക്കിയുള്ളതൊക്കെ ഗ്രൂപ്പുകളാ. 1 2 3. ഓക്കെ ആണോ? സോ ഹൈഡ്രജൻ സോറി, ഹൈഡ്രജൻ. ഓക്കെ, അത് ഹൈഡ്രജൻസ് ആണെന്ന് മനസ്സിലാക്കുക, ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആ അരോമാറ്റിക് പ്രോട്ടോൺസ് ഒന്ന് എടുത്തേ. അരോമാറ്റിക് പ്രോട്ടോൺസിന് അവനെ മാത്രം ഒന്ന് പിടിച്ചേ. എവിടെ വരുന്ന വാല്യൂസ്? 8 ഹേർട്സ്. അതാണ് അരോമാറ്റിക് വരാം. അപ്പൊ 6.75 1 ഹൈഡ്രജൻ ഡബിളറ്റ് 8 ഹേർട്സ്, അതൊരെണ്ണം. 6.8 1 ഹൈഡ്രജൻ സിംഗ്ലറ്റ് ഒരെണ്ണം. 6.9 1 ഹൈഡ്രജൻ ഡബിളറ്റ് 8 ഹേർട്സ് അടുത്തത്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവല്ലോ. 3 അരോമാറ്റിക് പ്രോട്ടോൺസ്. എ അല്ലേ? ഒരെണ്ണം സിംഗ്ലറ്റ് അല്ലേ? എ അല്ലേ വരാ? ആണോ? ഓക്കെ. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എങ്ങനെയുണ്ട് സ്പെക്ട്രോസ്കോപ്പി? സ്പെക്ട്രോസ്കോപ്പി നമുക്ക് ചെയ്യാന്നേ. പ്രാക്ടീസ് ചെയ്ത് ശരിയാവും. ഓക്കെ. അപ്പൊ ഞാൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ചാർട്ടൊക്കെ നിങ്ങൾക്ക് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് തരാം കേട്ടോ. ശരി. ചാർട്ട് വെച്ച് ചെയ്യാണ് ഏറ്റവും പറ്റും. താങ്ക് യു.